എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി കുൽഫിയുടെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫിയാണ്. അപ്പോൾ ഇത് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കുൽഫിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്, നല്ല മധുരമുള്ളത്. ഇവിടെ പഴുത്ത മാങ്ങ കിട്ടുന്നതിന് അധികം മധുരം ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാനിലുള്ള മാംഗോ പൾപ്പാണ്. ഇത് കേസർ മാംഗോ പൾപ്പാണ്, നല്ല മധുരമാണ്, അതുപോലെ തന്നെ നല്ലൊരു കളറുമാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതേ പാത്രത്തിൽ തന്നെ വെക്കരുത്. അതുപോലെ കഴിവതും ഒറ്റത്തവണ തന്നെ അത് യൂസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കുറുകിയ പാലാണ്. ഈ പാല് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുന്നതിന് മുന്നായിട്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. മാംഗോ പൾപ്പിന് കുറച്ച് മധുരമുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ആ കുൽഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. പാല് നമ്മളിപ്പം ഒരു അര ഭാഗമായിട്ടൊന്ന് വറ്റിച്ച് എടുക്കണം. നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് വറ്റി അതിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തണുത്ത പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ്, നിങ്ങൾ ഇനി മാംഗോ പൾപ്പല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാങ്ങ അതിൻ്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് പാലിലേക്ക് ഒഴിക്കാം. നമ്മളിവിടെ 1.5 കപ്പ് മാംഗോ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേപ്പർ കപ്സാണ്. കുൽഫിയുടെ മോൾഡൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ കാണും. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എളുപ്പ രീതി ഷെയർ ചെയ്തത്. ഇത് പേപ്പർ കപ്പാണ്, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന പേപ്പർ കപ്പ്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. നമ്മളിവിടെ 4 പേപ്പർ കപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. 4 5 പേപ്പർ കപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള അളവിൽ ഇതെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വരെ നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതെങ്ങനെ കവർ ചെയ്യുന്നത് നോക്കാം. ഇതിന് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റിക്കർ ഇറക്കി വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അതുപോലെ സ്റ്റിക്ക് ഇറക്കി വെക്കുമ്പോൾ അങ്ങ് താഴെ വരെ മുട്ടിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിക്ക് അവിടെ തന്നെ ഇരിക്കും ഇത് ഫ്രീസായി കിട്ടുമ്പോൾ. ഇനി എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ എങ്കിലും വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണെന്ന് എടുത്തു നോക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി. വളരെ ഈസിയാണ്. ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഈ പേപ്പർ ഒന്ന് എടുത്തിങ്ങനെ മാറ്റിയാൽ മതി. വളരെ എളുപ്പമാണിത് നമുക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് തണുപ്പുള്ളതാണ്. അപ്പം നിങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. അപ്പം പനിയുടെയൊക്കെ സമയമായതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ കഴിക്കാം. വൈകിട്ടും രാവിലെ ഒന്നും ഇത് കഴിക്കാതിരിക്കാം. അതുപോലെ കഴിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, മറക്കാതെ കാണുക. അപ്പം പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്